സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അപകടം പറ്റിയ മാധവേട്ടനെ എടുത്ത് ഗിരീഷ് എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്ന് ചോദിക്കുന്നു എന്ത് പറ്റിയതാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗിരീഷ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, നന്ദൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ അത് പ്രശ്നമാകും, അതുകൊണ്ട് അത് വേണ്ട, ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറയുന്നു. അപ്പം ബൈക്കിൽ നിന്ന് വീണയാണെന്ന് പറയുമ്പം നിങ്ങളുടെ ബൈക്കാണോ പുള്ളിക്കാരനെ തട്ടിയതെന്ന് ചോദിക്കുന്നു ഡോക്ടർ. അപ്പോൾ അല്ല, മറ്റൊരു വണ്ടി തട്ടിയതാ, ഞാൻ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം നടന്ന കാര്യങ്ങളെല്ലാം വന്ന് പ്രഭാവതിയോട് പറയുന്ന സമയം നന്ദനാണെങ്കിൽ നിയന്ത്രണം വിട്ട് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഞാൻ ഈ നാട് വിട്ടു പോയാലോ, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കുക. സത്യം പറഞ്ഞ രാത്രി പോലും ഒരു പോള കണ്ണ് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു സമാധാനം ഇല്ലാത്ത ജീവിതം, ഋഷിയുടെ കാര്യം എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത്രയും നാൾ കൂടെ ജീവിച്ച ഒരാൾ വിട്ടു പോകുമ്പോഴത്തേക്കും ആർക്കും ഉണ്ടാകുന്ന ഡിപ്രഷനാണ് നന്ദനും ഉണ്ടാകുന്നത്. നീ ഇങ്ങനെ നാട് വിട്ടു പോയാലോ, ജീവൻ ഒടുക്കിയാലോ ഞങ്ങൾക്ക് പിന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോൻ. എന്തായാലും വലിയ പ്രശ്നമൊന്നും കാണില്ല മാധവന്. അഥവാ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഗിരി വിളിച്ചറിയിക്കില്ലായിരുന്നോ? മോൻ വിഷമിക്കേണ്ട, ഞാൻ പോയി തിരക്കാം എന്ന് പറയുന്ന സമയത്ത് അയ്യോ അങ്ങനെ വേണ്ട, ഇനി അമ്മ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ദേവി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കൂടുമോ? ഇനി അവളുടെ അച്ഛനെ ഞാൻ മനഃപൂർവ്വം ഈ പ്രശ്നങ്ങൾ കാരണം കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ശാരിയും ദേവികയും വിചാരിക്കില്ലേ? ഇത് കാരണം ബന്ധം ഒഴിയാനും കാണാം ദേവിക ഇനി നോട്ടീസ് അയക്കുമോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കേട്ടിട്ട് പ്രഭാവതി ആണെങ്കിൽ നന്ദനെ സമാധാനിപ്പിക്കുന്നു. എന്തായാലും മോൻ വിഷമിക്കേണ്ട, ഞാൻ പോയി കാര്യങ്ങൾ തിരക്കി അറിഞ്ഞിട്ട് പറയാം, മോനൊന്ന് പോയി ഫ്രഷ് ആകാൻ പറഞ്ഞയക്കുന്നെങ്കിലും പ്രഭാവതിക്ക് നല്ല പേടിയുണ്ട്. ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ടെൻഷനിലാണ്. എന്നാൽ അതേസമയം ദേവികയാണെങ്കിൽ മുരളിയുമൊത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്ന സമയം മുരളി ചോദിക്കുന്നുണ്ട്, ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? അതെന്താ മുരളിയേട്ട അങ്ങനെ ചോദിക്കുന്നേ? എന്നെ ഡെയിലി അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ. അതല്ല, നന്ദനോ മറ്റാരെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ നന്ദുവിൻ്റെ ആരാ? ഞാൻ ഒഴിഞ്ഞു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നന്ദനല്ലായിരുന്നോ? അപ്പോൾ പിന്നെ അതൊരു ഉപകാരമായില്ലേ നന്ദന്? ഇപ്പം മറ്റൊരു കൂട്ടുണ്ടല്ലോ, പിന്നെന്തിനാ എൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ദേവികയാണെങ്കിൽ വിഷമിക്കുന്നു. അതേസമയം ഗിരീഷ് ദേവികയുടെ ഫോണിലേക്ക് വിളിച്ച് ഇതേ കണക്ക് ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുന്നു. ആക്സിഡൻറ്റിൻ്റെ വിവരം കേട്ട് പെട്ടെന്ന് ദേവികയും മുരളിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയവും നന്ദൻ്റെ കാര്യം തൽക്കാലം ഗിരീഷാണെങ്കിൽ പറയുന്നില്ല. വണ്ടി അപകടം പറ്റിയതാണ്, ഞാൻ അന്നേരം കൂടെ ഉണ്ടായിരുന്നു, A+ ബ്ലഡ് വേണം, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പം മുരളിയുടെ ബ്ലഡ് ഗ്രൂപ്പ് A+ ആയതുകൊണ്ട് തന്നെ മുരളി ബ്ലഡ് കൊടുക്കാനായിട്ട് പോകുന്നു. അതേസമയം ദേവിയേക്ക് അച്ഛനെ കാണണമെന്ന് വാശി പിടിക്കുന്ന സമയം MLAയുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പ്രത്യേക പരിചരണമൊക്കെ കിട്ടുന്നുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറയുന്നു. അപ്പോൾ അച്ഛന് പ്രത്യേക പരിചരണം കിട്ടുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, അച്ഛൻ്റെ കണ്ടീഷൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്ന് കണ്ടറിയണം എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു. അതേസമയം രാധികയും ശാരികയും സംഭവം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നു. ആകെ സങ്കടപ്പെട്ടാണ് വരുന്നത്. അപ്പം അച്ഛൻ എന്താ പറ്റിയത്? ആരാ വണ്ടി ഇടിച്ചത്? വണ്ടി ഇടിച്ച ആളെ കിട്ടിയോ? വണ്ടി നമ്പർ എന്താ? അങ്ങനെ 100 കൂട്ടം സംശയമാണെങ്കിൽ ശാരിക നിർത്താതെ ചോദിക്കുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയത് ആ കൂടെ ഞാനുണ്ടായിരുന്നു, ആളെ കിട്ടിയില്ല, വണ്ടി നമ്പർ നോട്ട് ചെയ്തില്ല, അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ആ ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് പ്രശ്നം കോംപ്രമൈസ് ചെയ്യിക്കാം എന്ന് ഗിരി പറയുന്നുണ്ട്. അതായത് കേസും മറ്റു കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ശാരിക്ക് ഒട്ടും കോംപ്രമൈസിന് താല്പര്യമില്ല. അപ്പോൾ ശാരികയെ നീ ഒന്ന് മിണ്ടാതിരിക്കാൻ ദേവിക പറയുന്നുണ്ട്. മാത്രമല്ല നിർത്താതെ കരഞ്ഞൊച്ച വെക്കുന്ന സമയം ഗിരിയാണെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു, ഇങ്ങനെ കരഞ്ഞൊച്ച വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലും നിൽക്കാനുള്ള അനുവാദം കിട്ടിയെന്ന് വരില്ല, അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തോ ശാപമുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം ദേവിമോളുടെ കാര്യം തന്നെ നോക്ക്, നന്ദനും ദേവിമോളും എന്ത് സന്തോഷത്തിൽ കഴിഞ്ഞതാ, ഇപ്പം നോക്ക് അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു, ഇതെന്തോ ദേവി ശാപമാ എന്ന് പറയുന്ന സമയം ശാരി പറയുന്നു, ഇത് ദേവി ശാപമൊന്നുമല്ല, ഇസബല്ല ശാപ, ആ ശാപം എങ്ങനെ ഒഴിക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതേസമയം രാധികയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നു, അല്ല മോളെ നന്ദനെ വിവരം അറിയിച്ചോ? ഒന്ന് ഫോണിലെങ്കിലും വിളിച്ച് പറയേണ്ട ആവശ്യമില്ലേ അച്ഛൻ ഇതുപോലെ വയ്യാണ്ടായി കിടക്കുന്നു എന്നുള്ള കാര്യം? അപ്പോൾ ശാരിക ചോദിക്കുന്നു, നന്ദേട്ടനെ വിളിച്ചറിയിക്കേണ്ട കാര്യം എന്താ? അതിന് നന്ദേട്ടൻ ചേച്ചിയുടെ ആരാ എന്ന് പറയുന്നത് കേട്ടിട്ട് ദേവികയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. അതായത് നന്ദനും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരർത്ഥത്തിലുള്ള ബന്ധമില്ല എന്ന് ശാരിക പോലും പറയുന്ന സമയത്താണ് ദേവികയ്ക്ക് അങ്ങനെ ഒരു ഓർമ്മ പോലും വരുന്നത്. അപ്പം ഗിരി പറയുന്നുണ്ട്, ശാരി ഒന്നും മിണ്ടാതിരിക്ക്, ഒച്ച വെക്കാൻ പാടില്ല, ഇതൊരു ഹോസ്പിറ്റലാന്നൊക്കെ പറയുന്ന സമയം ശാരിക പോയി മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ട്. എല്ലാവരോടും ഗിരി കള്ളമാണ് പറയുന്നത്, നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അറിഞ്ഞുകൊണ്ടല്ലേലും അബദ്ധം പറ്റിയതാ, നന്ദൻ്റെ ഭാഗത്ത് തെറ്റാ, കാര്യമൊക്കെ ശരി തന്നെ, എങ്കിലും
ഇപ്പോൾ പല പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന കുടുംബമാണ്. ദേവിക ബന്ധം ഒഴിയാൻ വേണ്ടി വരെ തീരുമാനിക്കുന്നു, ഫയൽ മോഷ്ടിച്ചു എന്ന പേരിന്. ഇപ്പോൾ അച്ഛന് ഇങ്ങനൊരു അപകടം പറ്റാൻ കാരണക്കാരൻ നന്ദനാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് എന്തായാലും ദേവിയും ശാരിയും രാധികയും ഒന്നും അത് ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് നിൽക്കുന്നത് പോലും ഗിരി. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന രാധികയെ സമാധാനിപ്പിക്കാൻ ഗിരിയാണെങ്കിൽ ദേവികയെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ദേവിക ഒരു വിധത്തിൽ അമ്മയെ സമാധാനിപ്പിക്കുന്നുവെങ്കിലും ആർക്കും അങ്ങനെ സമാധാനമൊന്നും വരുന്നില്ല. മാധവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു സമയം എങ്ങനെ സമാധാനപ്പെടാനാണ്? എന്നാൽ അതിനിടയ്ക്ക് നമ്മുടെ ഇസബലെ നന്ദനാണെങ്കിൽ ഫ്രഷ് ആയതിനു ശേഷം വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് അച്ഛൻ ഇതുപോലെ അപകടം പറ്റി ഹോസ്പിറ്റലിലായി, ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരൻ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ, ദേവിയെ കണ്ട് സത്യമെല്ലാം തുറന്നു പറഞ്ഞാലോ, ആ ഋഷിയുടെ കാര്യമെല്ലാം മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്ന സമയം ഇസബല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ദേവികയെ കാണേണ്ടി വരും, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിക്കും, അങ്ങനെ പാടില്ല, അതുകൊണ്ട് തൽക്കാലം നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, ഇതിന് നീയാണ് കാരണക്കാരൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരാരും ക്ഷമിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ സ്നേഹം പരിശുദ്ധമാണ്, അത് കിട്ടിയ ദേവി ആവശ്യം കഴിഞ്ഞപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ ഇസബല്ല അങ്ങനല്ല, നന്ദൻ്റെ മാത്രം ഇസബല്ലയാണ് നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരേക്കായും വ്യക്തമായി നിന്നെ എനിക്ക് അറിയാം. പക്ഷേ ദേവികയുടെ കാര്യം അങ്ങനല്ല, നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതിനേക്കായും പ്രശ്നമാകും എന്ന് പറയുന്ന സമയം ഇതിൻ്റെ പേര് ഇനി ദേവിക ബന്ധം ഉപേക്ഷിക്കുമോ, ദേവിക എന്നെ വിട്ടുപോകുമോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം ഇസബലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. മാത്രമല്ല കെവിൻ്റെ മുമ്പിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയം കെവിനാണെങ്കിൽ ചെറിയൊരു സങ്കടം. കെവിനോട് ഇസബല്ല പറയുന്നു, എന്തായാലും എനിക്ക് സന്തോഷമായി, നന്ദൻ പ്രശ്നമെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ പോയിട്ട് ഇപ്പോൾ അവളുടെ അച്ഛനെ തന്നെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തിയത് നന്ദനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഈ ബന്ധം അവസാനിക്കും. അന്നേരം കെവിൻ്റെ മുഖത്താണെങ്കിൽ യാതൊരു സന്തോഷവും ഇല്ല. നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്, അയാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പേര് നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നു, അച്ഛൻ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പേര് എനിക്കെന്താ സങ്കടം, അച്ഛനോ, നീ എന്തിനാ അച്ഛാന്ന് വിളിക്കുന്നത്, അതല്ല ദേവികയുടെ അച്ഛനല്ലേ, അപ്പം എൻ്റെയും അച്ഛൻ എന്ന രൂപത്തിൽ പറഞ്ഞു പോയതാ, എനിക്കങ്ങനെ വിളിക്കുന്നത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല, ദേവികയുമായി ബന്ധപ്പെട്ട ആരെയും അങ്കിളോ ആൻറ്റിയോ അച്ഛാന്നോ അമ്മയെന്നോ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, എനിക്ക് അവരെ ആരെയും ഇഷ്ടമല്ലെന്ന് ഇസബല്ല പറയുന്ന കേട്ടിട്ട് കെവിനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നു. ശാരികയുടെ അച്ഛനല്ലേ വയ്യാണ്ടായിരിക്കുന്നത്, ആ ഒരു പേരിനാണ് കെവിൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ഇതുവരെ കെവിൻ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ബെല്ലയ്ക്ക് അതിട്ട് അറിയത്തുമില്ല. അപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം.